ഹായ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? അപ്പോൾ ഇതും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കുറവ്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ടും മെസ്സേജ് കമൻറ്റുകൾ വരുന്നുണ്ട്, നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നല്ല കമൻറ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അതിനകത്ത് വെച്ചിട്ട് തന്നെ ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല കമൻസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഇടയായിട്ട് എൻ്റെ ഒരു അനിയൻ്റെ കല്യാണത്തിന് ഞാനൊരു ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ആളെ നിന്ന് ഇൻസ്പയർ ആയിട്ട് തച്ച ഒരു ഡ്രസ്സായിരുന്നു. ആളാരാന്ന് വെച്ചാൽ ഈ കാണുന്ന ആളാണ് ഈ ഡ്രസ്സാണ് ഞാൻ ഇൻസ്പയർ ആയിട്ട് തച്ചത്. അത് നമ്മുടെ ആരതിപ്പൊടി ഒരു റീസെൻ്റ് ആയിട്ട് ഏതൊരു ഫംഗ്ഷനോ അങ്ങനെ എന്തോ വന്നപ്പോഴത്തേക്കും ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളെ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം മാരേജാണ്, റിസപ്ഷൻ ഞാനങ്ങനെ ഡ്രസ്സ് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഡ്രസ്സ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വിചാരിക്കുന്നു ഇത് വാങ്ങാനായിട്ട് എനിക്ക് നടക്കത്തില്ല, കാരണം വാങ്ങാൻ എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു നമുക്കതൊന്ന് ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, എനിക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് തരാൻ പറ്റുമോ? ആ ഫോട്ടോയൊക്കെ ഞാൻ റെഫറൻസ് അയച്ചു കൊടുത്തു. ചോദിച്ചു എനിക്കൊന്ന് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ. അപ്പോൾ അവൾ ഞാൻ ചേച്ചി ഞാൻ നോക്കാം, മാക്സിമം ഞാൻ ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചെയ്ത് തരാൻ തോന്നി. അപ്പം ഞാൻ ഇതിന് മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാകും. കുറച്ച് നാളായി ഇങ്ങനെ ഓരോന്നും റെഫറൻസ് ചെയ്തും 2-3 ഫോട്ടോസൊക്കെ ഞാൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന മോഡല്, അത് നമ്മുടെ ആലിസ് ക്രിസ്റ്റി അങ്ങനെ ഇട്ടിട്ടുള്ള ആ ഒരു മോഡല്, അങ്ങനെ 2-3 മോഡൽസൊക്കെ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞെന്ന് പറഞ്ഞാലും ചേച്ചി കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, ഈ ഒരു മോഡലിൽ നമുക്ക് മതി, അങ്ങനത്തെ ഇതിലായിരുന്നു. അപ്പോൾ എന്നാ ഓക്കെ ചെയ്യാമല്ലോ. ആള് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ആള് ഇപ്പോഴത്തെ മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അത് നമുക്ക് തരും. ഈ ഒരു മോഡൽ തയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 മീറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ടാവും. മെറ്റീരിയൽ വന്നിട്ട് ഒരു 6 മീറ്ററോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ചെയ്തത് കാണിച്ചു തരാം, ഞാൻ പിന്നെ ഇട്ട് കാണിച്ചു തരാം, ഞാൻ ഇട്ടത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു മോഡലാണ്. ഇതാണ് മെറ്റീരിയൽ വന്നിട്ട് വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. കാണുമ്പോഴത്തേക്ക് അറിയായിരിക്കും, മെറൂൺ കളറ് വെൽവെറ്റിൻ്റെ മെറ്റീരിയലായിരുന്നു. മെറ്റീരിയൽ വന്നിട്ട് ഫുൾ സ്ലീവ്, ഏകദേശം ആ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ തച്ചേക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ തച്ചെടുത്തതാണ്, അങ്ങനെയാണ് പറ്റപ്പെട്ടതൊന്നും പറയത്തില്ല അല്ലേ. ഫുൾ സ്ലീവാണ്. ഫ്രണ്ടിലൊരു ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടണിൻ്റെ മോഡൽ ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് ഓപ്പൺ ആണ് കേട്ടോ. കണ്ടോ, ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ആണ്. പിന്നെ സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ. സൈഡും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു മോഡലാണ് കേട്ടോ. വി എന്ന് പറയാൻ പറ്റത്തില്ല, അതെന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഇതുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ബാക്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ബാക്കിൽ പ്ലെയിൻ ആയിട്ട് അങ്ങനെ ഒരു മോഡൽ. ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരും. ഞാൻ പിന്നെ പോയി ഇട്ട് നോക്കും. ഇട്ട് നോക്കി പിക്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ടായി ഞാൻ കൊടുത്തേക്കും കേട്ടോ. ഞാനിങ്ങനെ പോയി ഇട്ട് നോക്കും, പിന്നെയും ചെയ്യും. പിന്നെ അതിൻ്റെ പെയിന്റ്, അതിൽ ആരതിപ്പൊടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. കാണുമ്പോഴത്തേക്ക് 2 കളറാണ് ഇട്ടിരിക്കുന്നത്, ഗ്രീനും ഒരു ഡാർക്ക് മെറൂൺ വന്നിട്ട് അങ്ങനെ എടുത്തൊരു കളറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നി, എനിക്ക് അങ്ങനെ 2 കളർ വന്നപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി കേട്ടോ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒറ്റ കളർ തന്നെ നമുക്ക് ചെയ്യാം, നമ്മളെ പെയിന്റും ടോപ്പായാലും തന്നെ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ചെയ്യാമെന്ന് ആളോട് പറഞ്ഞു. അങ്ങനെ ഞാനും ആ സെയിം പെയിന്റ് തന്നെയാണ് കേട്ടോ ചെയ്തത്. അതായത് പെയിന്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ പെയിന്റ് വരുന്നത്. ഈ ഒരു മോഡലിലായിരുന്നു പെയിന്റ് ചെയ്തത്. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ ടോപ്പ് വരുമ്പോഴത്തേക്ക്, കാരണം പെയിന്റ് ആ സൈഡ് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതായി അവിടെയൊക്കെ ഒതുങ്ങി പറഞ്ഞ രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ നല്ല നീറ്റായിട്ട് ആൾ തച്ചിരുന്നത്. ബാക്കിൽ ഒരു എലാസ്റ്റിക്കാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ നല്ല സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടോ. അത്യാവശ്യം നീളം ബെല്ലി എന്നിട്ട് താഴെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ രീതിയിൽ കേട്ടോ കൊടുത്തേക്കുന്നത്.
പിന്നെ ഞാൻ ആരതിപ്പൊടി ഇടുന്നത് ഒരു വലിയൊരു മാലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ആ മാല കിട്ടിയില്ല. പിന്നെ ഞാനൊരു അത്യാവശ്യം ഡ്രസ്സ് ഇങ്ങനത്തെ ആഴ്ച ആയതുകൊണ്ട് ഒരു നോർമൽ ഞാനിവിടെ ഇട്ട ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഒരുങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങിയത്. ഡ്രസ്സ് ഓർണമെന്റ്സ് ആയിരുന്നാലും സിമ്പിളായിരുന്നു. കാരണം ഒരു മാല ആ ഒരു രീതിയിൽ ഓവറാക്കിയില്ല. കാരണം കല്യാണ റിസപ്ഷൻ അല്ലേ, വലുതായിട്ട് ആൾക്കാരും അങ്ങനെ ഇല്ലായിരുന്നതുകൊണ്ട് റിസപ്ഷൻ ആയിരുന്നതുകൊണ്ട് വലിയ രീതിയിലൊന്നും ആക്കിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഞാൻ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, നല്ല റിസോർട്ട് ചെയ്തത് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതേപോലെ നമുക്കും ഇഷ്ടത്തിൽ നമുക്ക് ഇങ്ങനെ റെഫറൻസ് ഒക്കെ കണ്ടിട്ട് നമുക്കും ചെയ്തെടുക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം പുറത്തു നിന്ന് കൊടുക്കുമ്പോൾ ഞാനിത് തച്ചെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് 500 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. മീറ്ററിനായിരുന്നാലും ഇതിന്റെ മെറ്റീരിയൽ മീറ്ററിന് 100 രൂപ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 6 മീറ്റർ വാങ്ങിയപ്പോഴത്തേക്ക് 100 രൂപ. അപ്പൊ നമുക്ക് ഏകദേശം അറൗണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാലോ. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും ഇത് പുറത്തുനിന്ന് വാങ്ങുമ്പോഴത്തേക്കാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കാണെങ്കിലും അത്യാവശ്യം ഈ ഒരു ഡ്രസ്സ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാമെങ്കിൽ അതല്ലേ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് വരും, സൈഡ് സ്റ്റിച്ച് ഉണ്ട്. സൈഡ് സ്റ്റിച്ച് ആയിരുന്നാലും ഇനി കുറച്ച് ഷോ കാണാം. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി, ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ എല്ലാവരും ഫോളോ ചെയ്തേക്കണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോസും ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഫോട്ടോസും അങ്ങനെയൊക്കെ ഇടും കേട്ടോ. കാരണം ഞാൻ ഇൻസ്റ്റയിലാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ നാളെ കാണാം. ബൈ.